സ്കൂളിന് മുന്നിലെ ട്രാൻസ്ഫോമറിനരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഉണങ്ങിയ മരകഷ്ണങ്ങളും മരച്ചില്ലകളും സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഭീഷണി. രണ്ട് മാസത്തിന് മുമ്പ് ആലങ്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ കാമ്പൗണ്ടിൽ അപകടകരമായ നിന്ന മരം പരാതിയിൽ മേൽ മുറിച്ചു മാറ്റുകയും ആ മുറിച്ച കവരങ്ങൾ മൊത്തം ഹൈവേയുടെ സൈഡിൽ, അതായത് സ്കൂളിന്റെ ഫ്രണ്ടിൽ തള്ളുകയും ഇവിടെ നിൽക്കുന്ന ഒരു ട്രാൻസ്ഫോമർ, ഈ മരങ്ങളെല്ലാം ഉണങ്ങി കൊള്ളിയെല്ലാം ഇവിടെ കിടക്കുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു തീപ്പെട്ടി കൊള്ളി ആരെങ്കിലും ഉരച്ച് ഇതിനടുത്തിട്ട് കൊടുത്താൽ ഈ ട്രാൻസ്ഫോമറും പൊട്ടിത്തെറിക്കും. സ്കൂളിലെ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന കലാലയത്തിൽ ഉണ്ടാവുന്ന അപകടം ആരോട് പറയണം? ദേശീയപാതയിൽ ആലങ്കോട് ജംഗ്ഷന് സമീപം ഗവൺമെന്റ് LPSന് മുന്നിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മരച്ചില്ലകൾ മുറിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. നല്ലതുപോലെ ഉണങ്ങിക്കിടക്കുന്ന മരച്ചില്ലകളിൽ ചെറിയൊരു തീപ്പൊരി വീണാൽ ഇത് കത്തി സമീപത്തെ ട്രാൻസ്ഫോമറിനും മറ്റും തീപിടിച്ച് വൻ ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ളതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. മാത്രമല്ല, ഇത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഭീഷണി ഉയർത്തുകയാണ്. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടികൾ സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇത് പല പ്രാവശ്യം പരാതി പറഞ്ഞു, ഇത് ഇവിടെ നിന്ന് ഒഴിവാക്കി തരാൻ. ഇതുവരെ ആരും തന്നെ ഇതിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ മരക്കൊമ്പുകൾ ഇവിടെ നിന്ന് മാറ്റി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. തലസ്ഥാന വാർത്തകൾ, ആലങ്കോട്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.